എൻ്റെ മോനെ നീ ചെയ്തണ്ടല്ലോ വല്ലാത്തൊരു തെറ്റാട്ടോ. ഇതിലിപ്പോൾ മുഖ്യവാറും ആൾക്കാർ നിന്റെ അച്ഛനും അമ്മേനെയും കുടുംബത്തിനൊക്കെ അടക്കി പറയുന്നു. പക്ഷെ അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ നീ നിന്റെ അധ്യാപനം തല്ലിയപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചതും കാര്യങ്ങളൊക്കെ ആൾക്കാരാണ്. ഞങ്ങൾ പഠിച്ചിട്ട് വലിയ നിലയിലെത്തിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളൊക്കെ സാധാരണക്കാരെ പോലെ കിട്ടി. പക്ഷെ ഞങ്ങൾ ടീച്ചർമാരെയും സാറുമാരൊക്കെ ഇപ്പോഴും കണ്ടാലുണ്ടല്ലോ ഓടിപ്പോയിട്ട് സംസാരിക്കുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നീ ചെയ്തൊരു പാവമുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മാറില്ല കേട്ടോ. ഇത് നിന്റെ കുടുംബത്തിനും എത്ര ആൾക്കാർ നിന്റെ കുടുംബത്തിനൊക്കെ നിന്റെ അച്ഛനമ്മയെ വളർത്തിയതിന് ദോഷമാണെന്നും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ വളരെ മോശമുള്ള പക്ഷേ എനിക്ക് ആ അധ്യാപനമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കുകയും അല്ലെങ്കിൽ നിനക്ക് വേറെ ഏത് രീതിയിലൊക്കെ തീർക്കായിരുന്നു. പക്ഷെ നീ അതിനൊന്നും മെനക്കാണ്ട് അത്രയും വിദ്യാർത്ഥികളെയും കാര്യങ്ങൾ വിളിച്ചിട്ട് അത് നല്ല പ്രായമുള്ളൊരു അധ്യാപനമൊക്കെ തല്ലുക എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ മോശപ്പെട്ടൊരു പരിപാടിയായി പോയിട്ടോ. കാരണം വെച്ചാൽ നീ ഏത് സ്കൂളിലാണെന്നോ ഏത് നാട്ടിലാണെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ എന്നാലും നീ ചെയ്ത തെറ്റുണ്ടല്ലോ അത് ജീവിതാവസാനം വരെ ചിലപ്പോൾ നിന്റെ കൂടെ ഉണ്ടാവും കേട്ടോ. കാരണം വെച്ചിട്ട് അവർ നമുക്ക് നല്ലതിന് വേണ്ടി പറഞ്ഞു തരുന്ന ആൾക്കാരാണല്ലോ. ഇനിയിപ്പോൾ നല്ലതോ ചീത്തതോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നീ ആ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ ജീവിതത്തിൽ നീ ഒരിക്കലും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നീ അങ്ങനത്തെ ഒരു പ്രവൃത്തിയൊക്കെ ചെയ്തട്ടോ. ഇതിലൊക്കെ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ നിരാധികളാട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒരുപാട് ആൾക്കാർ ചീത്ത പറയുകയും ഒക്കെ ഉണ്ടാവും. പക്ഷെ നീ എന്താപ്പം പറയാന്, നിനക്ക് നീ പറ്റുകയാണെങ്കിൽ നീ ആ മൂപ്പരൊന്ന് സോറി പറയുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യ്. കാരണം വെച്ചാൽ അത്ര വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചല്ലേ നീ അധ്യാപനം തല്ലിയിട്ടുണ്ടായിരുന്നത്. അയാൾ മാനസികമായിട്ട് എത്ര വിഷമിച്ചിട്ടുണ്ടാവും. അതൊരു സാധു മനുഷ്യനും കണ്ടാൽ തന്നെ അറിയാം.